ഈ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിലെ ഒരു സുപ്രധാന ദിവസമാണിന്ന്. രണ്ടുപേരും രണ്ട് വ്യത്യസ്ത കുടുംബങ്ങൾ വസിച്ചവരാണ്. അവർക്ക് നല്ല ശൈശവവും ബാല്യവും യൗവനകാലമൊക്കെയും ദൈവം ഒരുക്കി. ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു വിവാഹം ആലോചിച്ച സമയം മുതൽ ഈ നിമിഷം വരെ ഇവരുടെ മനസ്സിൽ ഒത്തിരി നല്ല ചിന്തകളും നല്ല ചിത്രങ്ങളും ഉണ്ട്, ഇല്ലേ? നന്നായി ജീവിക്കണം, സാക്ഷ്യത്തോടെ ജീവിക്കണം, ഇതൊക്കെ അവരുടെ മനസ്സിലെ കാഴ്ചകളാണ്. അതിന് ആ കാഴ്ചകളെല്ലാം നന്നായി പൂർത്തീകരിക്കാൻ സാധിക്കും. അതിനടിസ്ഥാനം രാവിലെയും വൈകിട്ടുള്ള പ്രാർത്ഥനയാണ് കേട്ടോ. രാവിലെയും വൈകിട്ടും കുടുംബമായി പ്രാർത്ഥിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് രാവിലെയും വൈകിട്ടും കുടുംബമായി പ്രാർത്ഥിച്ചോണം കേട്ടോ. എന്നാലേ ഈ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം ഒത്തിരി നന്നായി ജീവിക്കണം, സാക്ഷ്യമുള്ളവരാകണം, ഷെയർ ചെയ്യണം. അവിടുത്തെ പേരൻസ് എൻ്റേതാണ്, ഇവിടുത്തെ പേരൻസ് നമ്മുടെ ആണ് എന്നുള്ള ചിന്തകളൊക്കെ നന്നായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കും. അപ്പോൾ അതിന് അടിസ്ഥാനം പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിലൂടെ കടന്നു പോകണം. രണ്ടാമതായിട്ട് നമ്മളിപ്പോൾ മോതിരയിട്ടതിന് ശേഷം ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. അതിനകത്തെ ഒരു സെന്റൻസ് ഇപ്രകാരമാണ്: ദൈവമായ കർത്താവേ, സകല കപട സ്നേഹത്തെ ഒരു നീക്കിക്കളഞ്ഞ് സ്നേഹ അഗ്നി കൊണ്ട് ഒരു ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. ദൈവമായ കർത്താവേ, സകല കപട സ്നേഹത്തെ ഒരു നീക്കിക്കളഞ്ഞ് സ്നേഹവും ഉണ്ട്, കപട സ്നേഹവും ഉണ്ട്. അവൻ്റെ പേരെന്നായിരുന്നു? ഇബിനും മേഘയുടെയും ഈ കുടുംബജീവിതത്തില് എന്തെങ്കിലുമൊക്കെ പിണക്കങ്ങളൊക്കെ വരാം, ദേഷ്യങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാൽ ഈ കല്യാണത്തിന്റെ മൂഡിലായതുകൊണ്ട് പരസ്പരം ചിരിച്ചു കാണിക്കും. അത് സ്നേഹമാണോ? അല്ല, കപട സ്നേഹമാണ്. പ്രാർത്ഥന എന്തായിരുന്നു? ദൈവമായ കർത്താവേ, സകല കപട സ്നേഹത്തെ ഒരു നീക്കിക്കളഞ്ഞ് സ്നേഹ അഗ്നി കൊണ്ട് ഒരു ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. അപ്പോൾ നമ്മുടെ കാലൊരു കുഞ്ഞു മുള്ളു കൊണ്ടാലേ ആ മുള്ള് ഇന്നെടുക്കണ്ട നാളെ എടുക്കാന്ന് വിചാരിച്ചാൽ മുള്ളിരിക്കുന്നിടം പഴുത്തില്ല, മൂടിക്കെട്ടിയുള്ളൂ. ഇന്ന് തന്നെ മുള്ളെടുക്കുകയാണെങ്കിൽ ചെറിയൊരു വേദനയുണ്ട്, അല്ലേ? മുള്ളെടുക്കുമ്പോൾ അത് സേഫ്റ്റി പിൻ കൊണ്ടോ ബ്ലേഡ് കൊണ്ടോ ഒക്കെ ആയിരിക്കും എടുക്കുന്നത്. അന്നേരം ചെറിയ വേദനയാണ്. നാളെ എടുക്കാമെന്ന് വിചാരിച്ചാൽ മൂടിക്കെട്ടി, നാളെ കഴിഞ്ഞാകുമ്പോഴത്തേക്കും പഴുത്തു, വ്രണമായി. നമ്മുടെ മനസ്സൊക്കെ ഇതുപോലെയൊക്കെ തന്നെയാണ്. നമ്മളാരും സ്വർഗത്തിൽ നിന്ന് വന്നവരൊന്നുമല്ല, ഈ ഭൂമി ജനിച്ചവരാണ്. അത് അച്ഛൻ പെണ്ണ് കെട്ടിയാലും തിരുമേനി പെണ്ണ് കെട്ടിയാലും അൽമായക്കാരൻ പെണ്ണ് കെട്ടിയാലും ഒക്കെ ജീവിതത്തിലെ ദേഷ്യങ്ങളും പിണക്കങ്ങളും ഒക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാകാറുണ്ട്. CSCയിലെ തിരുമേനിമാർ പെണ്ണ് കിട്ടും, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. CSCയിലെ തിരുമേനിമാരെല്ലാം പെണ്ണ് കിട്ടുന്നവരാ. അതുകൊണ്ട് ആര് പെണ്ണ് കിട്ടിയാലും ഇതൊക്കെ ഉണ്ടാകും. ഇതിനെ തരണം ചെയ്യണമെങ്കിൽ നമ്മൾക്ക് അന്ന് തന്നെ ആ തെറ്റുകൾ എന്തെന്ന് മനസ്സിലാക്കിയിട്ട് എടുത്തു കളയാൻ പറ്റിയെങ്കിലേ സാധിക്കത്തുള്ളൂ. ദൈവമായ കർത്താവേ, സകല കപട സ്നേഹത്തെ നീക്കിക്കളഞ്ഞ് സ്നേഹ അഗ്നി കൊണ്ട് ഒരു ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കാന്ന് പറയുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായാൽ ആ ഉറങ്ങുന്നതിന് മുമ്പ് കട്ടിലിരുന്ന് പ്രാർത്ഥിച്ചേക്കണേ കേട്ടോ. കട്ടിലിരുന്നേ ഒന്ന് പ്രാർത്ഥിച്ചിട്ടേ ഉറങ്ങാവുള്ളൂ. അന്നേരം ആ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ദേഷ്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമ ചോദിച്ചേക്കണം. ക്ഷമ ചോദിക്കുന്നത് പരിശുദ്ധാത്മാവ് ഉണ്ടായാലേ നടക്കത്തുള്ളൂ. പിശാചിന്റെ ആത്മാവ് പറയും, നീ ക്ഷമ ചോദിക്കണ്ട, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ പറയത്തുള്ളൂ, നീ ഒന്ന് ക്ഷമ ചോദിച്ചേക്ക്, പ്രശ്നം സോൾവ് ആകുകയില്ലേ കേട്ടോ. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായെങ്കിൽ, മേഘ എന്തെങ്കിലും ദേഷ്യപ്പെടുകയെല്ലാം ചെയ്താൽ കട്ടിലിരുന്നൊന്ന് ക്ഷമ ചോദിച്ചിട്ടേ ഉറങ്ങാവുള്ളൂ. ഇപ്പോഴത്തെ പുതിയ ജനറേഷനിൽ എല്ലാവരും പേരൊക്കെയാണ് വിളിക്കുന്നത്. പേര് വിളിച്ചേക്കല്ല കേട്ടോ. ഈ കല്യാണത്തിന് ആലോചിച്ചപ്പോൾ മുതൽ ചോദിച്ചു കാണും, ഞാൻ എന്നാ വിളിക്കണം? പ്രിയപ്പെട്ട മോൻ പറഞ്ഞു കാണും, ഇവൻ പറഞ്ഞു കാണും, ഇനി എന്നെ പേര് വിളിച്ചാലും മതി. അത് എക്സ്പ്ലോയിറ്റ് ചെയ്യല്ലേ കേട്ടോ. അതുകൊണ്ട് പേര് വിളിക്കൽ, എന്തെങ്കിലും ചേർത്തേ വിളിക്കാവുള്ളൂ. അന്നേരം കട്ടിലിരുന്ന് ക്ഷമ ചോദിക്കുന്ന സമയത്ത് ഒഫീഷ്യലായിട്ട്
ഭർത്താവ് പറയത്തില്ല നിന്നോട് ഞാൻ ക്ഷമിച്ചു എന്ന് പറയുന്ന പേരം, എടി പെണ്ണെ അല്ലെ എടി മോളെ നിന്നോട് എന്നാ ക്ഷമിക്കാനാ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുമ്പം കിട്ടുന്ന ഒരു സുഖമുണ്ട്. ഫിസിക്കലായിരിക്കുന്ന സുഖമല്ല, അവിടെ മനസ്സിന്റെ ഉള്ളിലെ ദേഷ്യവും പിണക്കവും വാശിയും എല്ലാം മാറ്റപ്പെടുന്നൊരു സുഖം അവിടെയുള്ള. അവിടെ ആ പ്രാർത്ഥനയുടെ പൂർത്തീകരണം എന്തായിരുന്നു? ദൈവമായ കർത്താവേ, സകല കപട സ്നേഹത്തെ നീക്കിക്കളഞ്ഞ് സ്നേഹാഗ്നി കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കണം എന്നുള്ള പ്രാർത്ഥനയുടെ ഒരു അന്വർത്ഥമായി തീരുന്ന ഒരു പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. അവിടെ ഒരു വലിയ സുഖം അവിടെ കിട്ടുന്നത്. അത് തിരിച്ചും, മോനെ നീയും എന്തെങ്കിലും ദേഷ്യപ്പെട്ട ക്ഷമ ചോദിച്ചിട്ട് ഉറങ്ങാവുള്ളൂ കേട്ടോ. ഭർത്താവ് എന്നുള്ള സാധനം താഴെ പോകത്തില്ല, അത് ഓർത്തോണം. അതുകൊണ്ട് പരസ്പരം തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമ ചോദിച്ചിട്ടേ ഉറങ്ങാവുള്ളൂ. ഇനിയും ഈ പ്രായമുള്ളവരുടെ വീടുകളിലൊക്കെ വിസിറ്റ് പോകേണ്ടി വരും, വിരുന്നിന് പോകേണ്ടി വരും. അവിടെയൊക്കെ ചെല്ലുമ്പോൾ പ്രിയപ്പെട്ട എബിൻ്റെ ബന്ധത്തിലുള്ള വീടുകളിലൊക്കെ പോകുമ്പോഴേ വേണമെങ്കിൽ മേഘയ്ക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, ഞാൻ ഈ അപ്പച്ചനെയും അമ്മച്ചയും കണ്ടിട്ട് പോലും ഇല്ല, ഞാൻ എന്നാ മിണ്ടാൻ. ആ വീട്ടിൽ ചെല്ലുമ്പോൾ പ്രായമുള്ളൊരു അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഉണ്ടെങ്കിലേ, അവളെ കേൾക്കുന്നുണ്ടോ? ആ അപ്പച്ചനോട് അപ്പച്ച സുഖമാണോ എന്നൊരു വാക്ക് ചോദിച്ചാൽ മതി. ആ അമ്മച്ചിയെ കാണുമ്പോൾ അമ്മച്ചി സുഖമാണോ എന്നൊരു വാക്ക് ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഇറങ്ങിപ്പോരുമ്പോൾ ആ അപ്പച്ചനും അമ്മച്ചിയും പറയും, തങ്കപ്പെട്ട പെണ്ണവൾ ഇല്ലേ. നേരെ മറിച്ച് ഒന്നും മിണ്ടാതെ തലക്കനം വെച്ചുകൊണ്ട് ഇറങ്ങിപ്പോരുമ്പോൾ അതിന് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ഈ അപ്പച്ചനെ, എനിക്ക് അറിയത്ത് പോലും, ഞാൻ എന്നാ മിണ്ടാനാണ് എന്നൊക്കെ ശരിയായിരിക്കാം എന്ന് നിങ്ങൾ തീരുമാനിച്ച് ഇറങ്ങിപ്പോരുമ്പോൾ ആ അപ്പച്ചനും അമ്മച്ചിയും പറയും, അവള് മുറ്റു പെണ്ണാന്ന് പറയും കേട്ടോ. അതുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹം പിടിച്ചു വാങ്ങിച്ചോണം കേട്ടോ, മറന്നുപോലെ. അതുപോലെ തന്നെ ഇവിടെയുള്ള സമയത്ത് മാതാപിതാക്കൾക്ക് രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്താൽ വലിയ സന്തോഷമായിരിക്കും കേട്ടോ. ഇവിടെയുള്ളപ്പോഴേ അവധിക്ക് വരുമ്പോഴൊക്കെ ഉള്ള സമയത്ത് ഒരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുമ്പോൾ ആ അപ്പനും അമ്മയും ഞെട്ടിപ്പോവും, എൻ്റെ ദൈവമേ, എൻ്റെ മോൻ്റെ ഭാര്യയെ കാപ്പി ഉണ്ടാക്കി തന്നല്ലോ. അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു കൃപയുണ്ട്, ഒരു അനുഗ്രഹമുണ്ട്. അത് നിങ്ങളുടെ തലമുറയ്ക്ക് കിട്ടും കേട്ടോ, അത് മറന്നുപോയല്ലേ. അങ്ങനെ ചെയ്യാൻ പരിശീലിക്കണം. നമ്മുടെ അപ്പനും അമ്മയായിട്ടൊരു 10-25 വർഷം വയസ്സ് വ്യത്യാസം കാണും. അവരെല്ലാം പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, നമ്മൾ പറയുന്നില്ല അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എങ്കിലും തിരിച്ചൊന്നും പറയാതിരിക്കാൻ ശ്രമിക്കണേ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വിഷമം വല്ലതും ഉണ്ടെങ്കിൽ ഈ സഹോദരനോട് ഭർത്താവിനോട് ഷെയർ ചെയ്താൽ മതി. അത് അങ്ങനെ ചെയ്യുമ്പോൾ വീട്ടിൽ ഒത്തിരി സമാധാനവും സ്വസ്ഥതയും ജീവിതത്തിൽ കൈവരിക്കാൻ സാധിക്കും. കിട്ടുന്ന സകല വരുമാനത്തിൻ്റെയും 10-1 ആർക്കാണ്? മുഴുവൻ കൊണ്ട് പള്ളിയിൽ കൊണ്ട് കൊടുത്താൽ അടിയുണ്ടാകും. പാവങ്ങൾക്കും കൊടുക്കണം, പള്ളിക്കും കൊടുക്കണം കേട്ടോ. എത്ര രൂപ ശമ്പളം ഉണ്ടോ, 2 പേരുടെ ശമ്പളത്തിന്റെ തുക മനസ്സിൽ വന്നല്ലോ, അതിൻ്റെ ഒരു സ്ഥാനം മാറ്റി കുത്തിടുന്നതാണ് 10-1. അത് പാവങ്ങൾക്കോ ബുദ്ധിമുട്ടുന്നവർക്കോ കൊടുത്തേക്കണം. അത് നിങ്ങൾക്കെടുക്കാനുള്ളതല്ല. പാവങ്ങളെ സഹായിക്കണം. ദൈവത്തെ കാണണമെങ്കിൽ പാവങ്ങളെ കാണണം. പാവങ്ങളാ ദൈവം. പള്ളിയും മോസ്കും അമ്പലവും ഒന്നുമല്ല ദൈവം. പാവങ്ങളെ കരുതുമ്പോൾ ദൈവത്തെ കരുതുന്നതിന് തുല്യമാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അങ്ങനെ നല്ലൊരു സാക്ഷ്യമുള്ള ജീവൻ നയിപ്പാൻ നിങ്ങൾക്ക് കർത്താവ് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നേരുകയും ചെയ്യുന്നു.